നമസ്കാരം. ഇൻസ്പയർ മീഡിയയുടെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത എഴുത്തുകാരനും ട്രാൻസാക്ഷണൽ അനലിസ്റ്റുമായ സജി എം നരിക്കുഴിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി ജോർജും ചേർന്ന് എഴുതിയ ഒപ്പം എന്ന പുസ്തകത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം സജി സാറ് പങ്കുവെക്കുന്നത്. സജി സാറേ, സ്വാഗതം. നമസ്കാരം. ഒപ്പം വളരെ മനോഹരമായൊരു പുസ്തകം ഞാൻ വായിച്ചു. ഇതിൻ്റെ ടാഗ് ലൈൻ ഹാർമണി പേരൻറ്റിങ് സൈക്കോളജി എന്നാണ്. ഈ ഒരു ടാഗ് ലൈൻ കാണുമ്പം എന്താണ് ഹാർമണി പേരൻറ്റിങ്, അത് ഒരു സംശയം ഉണ്ടാകുന്ന സബ്ജക്റ്റാണ്. സജി സാർ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമോ? തീർച്ചയായും. ഹാർമണി എന്ന വാക്കിൻ്റെ അർത്ഥം സ്വരലയം അഥവാ സ്വരച്ചേർച്ച എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഒരു പൊരുത്തം എന്ന് സാധാ മലയാളത്തിലും പറയാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തമാണ് ഏതൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം. ആ പൊരുത്തത്തിൻ്റെ ഫലങ്ങളാണ് മക്കൾ. മക്കളുടെ ജീവിതത്തിൻ്റെ വേരുകളായി മാറേണ്ട ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരുത്തമുണ്ടായാൽ, ഹാർമണി ഉണ്ടായാൽ അവിടെ ഹാപ്പി ഉണ്ടാവുമെന്നും ആ ഹാപ്പിനെസ് ആണ് അവരുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതെന്നാണ് മൊത്തത്തിൽ നമ്മൾ ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നത്. ഈ ഹാർമണി പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക ഫാമിലിയിൽ കൂടുതൽ, അതായത് അല്ലെങ്കിൽ ബന്ധങ്ങൾ കൂടുതൽ അടുപ്പമുള്ളതാക്കുക, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണോ? തീർച്ചയായും പൊരുത്തമുള്ളതാക്കുക. ഓക്കെ. ഇതിൽ പല വിധത്തിലുള്ള പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും രീതിയിലുള്ള പേരൻറ്റിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. സജി സാർ ഇതിൽ പറഞ്ഞിരിക്കുന്ന, ഇല്ലെങ്കിൽ ഇതിനകത്ത് വിശദമായി പറഞ്ഞിരിക്കുന്ന ആ പേരൻറ്റിങ് രീതികളെ കുറിച്ച് വളരെ ചെറുതായിട്ട് ഒന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പേരൻറ്റിങ്ങിനോട് ഒത്തുപോകുന്നതാണ് ഗ്രാൻഡ് പേരൻറ്റിങ്. പലപ്പോഴും ഗ്രാൻഡ് പേരൻറ്റിങ്ങിൻ്റെ, പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ അച്ഛനമ്മമാർ ജോലിയുടെ തിരക്കിലും ജീവിതത്തിൻ്റെ വ്യഗ്രതയിലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഗ്രാൻഡ് പേരൻസിന് കുട്ടികളെ പേരൻറ്റിങ്ങിന് സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രാൻഡ് പേരൻറ്റ് എന്താണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഗ്രാൻഡ് പേരൻറ്റിങ്ങിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിംഗിൾ പാരൻറ്റിങ്, ഡൈവോഴ്സ് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വിദേശത്ത് ജോലിയിലായിരിക്കുക, അതുകൊണ്ട് സിംഗിൾ പാരൻറ്റിങ് വരാം. ദൂരദേശത്ത് പലവിധ കാരണങ്ങളാൽ മാറി താമസിക്കുക, അതുകൊണ്ട് സിംഗിൾ പാരൻറ്റിങ്. അപ്പോൾ സിംഗിൾ പാരൻറ്റിങ് അല്ലെങ്കിൽ സിംഗിൾ പാരൻസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ പേരൻറ്റിങ്ങിൽ, ആ കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും ലളിതമായിട്ട് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹമോചനം നേടുന്ന, ഡൈവോഴ്സിന് തയ്യാറെടുക്കുന്ന ആൾക്കാരും ആ സമയത്തും ഒരു പാരൻറ്റിങ് നടത്തേണ്ടതുണ്ട്. ആ പാരൻറ്റിങ് എങ്ങനെയായിരിക്കണം എന്നും ഒരു കാലികമായ അറിവ് നമ്മുടെ ആൾക്കാർക്കല്ല, ആ അറിവ് പ്രദാനം ചെയ്യാനും നമ്മൾ ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഈ പേരൻറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്ററിങ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ തന്നെയാണെന്ന് തോന്നുന്നു. അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ മെൻറ്ററിങ്? പേരൻറ്റിങ്ങിൽ അതിൻ്റെ ആവശ്യകത എന്താണ്? പണ്ട് കാലത്ത് നമ്മുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ നമ്മുടെയൊക്കെ ജീവിതം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. മക്കൾ അവരോടൊത്തായിരുന്നു വളർന്നിരുന്നത്. അത് കണ്ടും കേട്ടും പഠിച്ചും അറിഞ്ഞും തിരുത്തിയും തിരുത്തപ്പെട്ടുമാണ് വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പേരൻറ്റിങ് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കുട്ടികൾക്ക് കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സേവന സമ്പദ് വ്യവസ്ഥയിലേക്കും ബിസിനസ് സമ്പദ് വ്യവസ്ഥയിലേക്കും ഒക്കെ മാറിയപ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളോടൊത്ത് ചെലവഴിക്കുന്ന സമയം കുറഞ്ഞുപോയി. അപ്പോൾ കുട്ടികളെ മുൻപിൽ നിന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് വലിക്കുകയോ അല്ലെങ്കിൽ പുറകിൽ നിന്ന് തള്ളുകയോ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ അവരെ എങ്ങനെ അവരോടൊപ്പമായിരുന്നുകൊണ്ട് അവരെ നയിക്കുക എന്നുള്ളതാണ് മെൻറ്ററിങ് എന്ന പ്രക്രിയ. മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ അവനെ സപ്പോർട്ട് ചെയ്യുക, അവനെ സഹായിക്കുക, അവൻ്റെ കൂടെ നടക്കുക, അവനെ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കലിലൂടെ അവൻ്റെ ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ, ഒരു നല്ല പൗരനായി മാറുവാൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് മെൻറ്ററിങ്. ഈ ജെൻസി, ജെൻ ആൽഫ തലമുറയ്ക്ക് ഏറ്റവും അനിവാര്യമായതും ഏറ്റവും യോജിച്ചുമായ ഒരു പേരൻറ്റിങ് ശൈലിയാണ് മെൻറ്ററിങ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ മെൻറ്ററിങ് എന്ന ആശയത്തെ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ ഉൾച്ചേർത്തിരിക്കുന്നത്. ഓക്കെ. ഇത് പറയുമ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ്, അത് ഈ പേരൻറ്റിങ്ങിനെ ഏതെല്ലാം വിധത്തിൽ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ജെൻസി, ജെൻ ആൽഫ, ജെൻ ബീറ്റ അല്ലെങ്കിൽ മിലേനിയം, അങ്ങനെ പുറകോട്ട് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് നമ്മൾ ഈ വേർഡുകളൊക്കെ തന്നെ കേട്ട് തുടങ്ങിയത്. ജെൻസിയാണ്, ജെൻ ആൽഫയാണെന്നൊക്കെ കേട്ട് തുടങ്ങിയത്. അതൊക്കെ ഈ പേരൻറ്റിങ്ങിനെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? അതെനിക്ക് തോന്നുന്നത് വളരെ വിശാലമായ ഒരർത്ഥത്തിൽ ഉത്തരം പറയേണ്ട ചോദ്യമാണ് മിസ്റ്റർ സ്റ്റെമിൽ ഇപ്പം എന്നോട് ചോദിച്ചത്. പക്ഷെ ഞാനത് വളരെ ചെറിയ രൂപത്തിൽ പറയാനായിട്ട് ശ്രമിക്കാം. 5 തലമുറയുടെ ഒപ്പമാണ് നമ്മളിപ്പോൾ വസിക്കുന്നത്. അത് 1950 മുതൽ 1964 വരെ ജനിച്ച ആൾക്കാരെയാണ് ബേബി ബൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഈ ബേബി ബൂമേഴ്സ് വളരെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമൊക്കെയാണ് വളർന്നത്.
അപ്പോൾ അവരുടെ ബ്രെയിൻ ആ രീതിയിലായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവുക. ആ ബ്രെയിൻ എന്താണോ, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് നമ്മുടെ സാഹചര്യങ്ങളാൽ, നമ്മുടെ പരിസ്ഥിതിയാൽ രൂപപ്പെട്ടിരിക്കുന്നത്, ആ രൂപത്തിലുള്ള ഒരു പെരുമാറ്റവും കാഴ്ചപ്പാടുമായിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ബേബി ബൂമേഴ്സ് വളരെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാലഘട്ടത്തിൽ വളർന്നു വന്നവരായതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ പലതും ഇല്ലായ്മയുടെ ഒരു കാഴ്ചപ്പാടായിരിക്കും. വീണ്ടും നമ്മൾ കാണുന്ന 1964 മുതൽ 1980 വരെ, 65 മുതൽ 80 വരെ ജനിച്ചവരെ ജെൻ എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ജെൻ എക്സ് ആരംഭിച്ച സമയത്ത് നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് വിദേശത്തേക്ക് യാത്രയായി, കുറച്ചും കൂടിയൊക്കെ സാമ്പത്തികമായി മെച്ചപ്പെട്ടു, ടെലിഫോണുകളൊക്കെ കുറച്ചും കൂടി സാർവത്രികമായി, TV ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ കാഴ്ചപ്പാട് വീണ്ടും മാറി. ജെൻ എക്സിൻ്റെ കാഴ്ചപ്പാട് ബേബി ബൂമേഴ്സും തികച്ചും വ്യത്യസ്തമായിരുന്നു. വീണ്ടും വരുന്ന 80 മുതൽ 99 വരെ നമ്മൾ കാണുന്ന, അല്ല 95 വരെ നമ്മൾ കാണുന്നതാണ് മില്ലേനിയം അഥവാ ജനറേഷൻ Y എന്ന് വിളിക്കുന്നത്. ഈ 1995 വരെ, ആ കാലഘട്ടത്തിൽ നമ്മൾ TV, റേഡിയോ ഒക്കെ മാറി, TV, പത്രമാധ്യമങ്ങളൊക്കെ കൂടി, വിദ്യാഭ്യാസം കൂടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടി, സ്ത്രീ വിദ്യാഭ്യാസം കൂടി. അപ്പോൾ ഈ സമയത്ത് ജനിച്ച് വളർന്ന, ആ സാഹചര്യത്തിൽ വളർന്നവരുടെ ബ്രെയിൻ മറ്റൊരു രൂപത്തിലാണ് രൂപപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായിരിക്കും. വീണ്ടും 1999 മുതൽ ഇങ്ങനെ 2014-12 വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ് ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ജെൻസി തലമുറയുടെ സമയത്ത് അവർ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ നമ്മുടെ ഇപ്പോൾ പറയുന്ന നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആവിർഭാവം, സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ അർത്ഥത്തിലും അഭിവൃദ്ധി, നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിദേശത്തൊക്കെ പോയതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് വേറൊരു രീതിയിലാണ്. വീണ്ടും നമ്മൾ കാണുന്ന ജെൻ ആൽഫ എന്ന് പറയുന്ന 2012 മുതൽ തുടങ്ങുന്ന ഇപ്പോൾ ഇതുവരെയുള്ള ഈ തലമുറയാണ് ജെൻ ആൽഫ എന്ന് പൊതുവായി വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോണും ഈ ഡിജിറ്റൽ ഡിവൈസുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു അവയവം പോലെ അവർക്കത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ 5 തലമുറയുടെയും കാഴ്ചപ്പാട് 5 തരത്തിലായിരിക്കുമല്ലോ. ഈ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘടനത്തെയാണ് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഹാർമണി ഉണ്ടാവാൻ കഴിയൂ. ഗ്രാൻഡ് പേരൻസിൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല പേരൻറ്റിൻ്റെ കാഴ്ചപ്പാട്. ആ പേരൻറ്റിൽ തന്നെ ഭർത്താവ് ജെൻ എക്സും ഭാര്യ ജെൻ വൈയും ആണെങ്കിലും അവിടെയും ഉണ്ടാവും എന്ത്, ക്ലാഷ്. അപ്പോൾ ഇത് ഒരു പൊരുത്തം ഉണ്ടാവേണ്ടത് തമ്മിൽ. ഈ പൊരുത്തം ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവ് രക്ഷകർത്താക്കൾക്ക് ലഭിച്ചാൽ മാത്രമേ കഴിയൂ. ആ അറിവ് വളരെ വിശദമായും ലളിതമായും ഈ പുസ്തകത്തിൽ ഞങ്ങൾ വിവരിക്കുന്നുണ്ട്. ഈ ടെക്നോളജി ആണോ ഈ ജനറേഷൻ ഗ്യാപ്പിന്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇപ്പോഴത്തെയുള്ള സമൂഹത്തിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ അവരെ കൂടുതൽ നമ്മൾ നിയന്ത്രിക്കാൻ ഇത് ആക്കുന്നത് ടെക്നോളജിയുടെ ആവിർഭാവം, ടെക്നോളജി കൂടുതൽ കടന്നു വന്നുകൊണ്ടാണോ? അല്ല, ടെക്നോളജി അതൊരു ശത്രുവല്ല. മനുഷ്യന്റെ ജീവിതത്തെ, അതായത് നമ്മൾക്ക് ഒരുപക്ഷെ 2000-ൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് സാധിക്കാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് 20 വർഷം കൊണ്ട് ചെയ്യുന്നു. അതിന്റെ പരമാവധിയിൽ എത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ടെക്നോളജിയുടെ വളർച്ച ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ പോകും. ഇനിയും നമ്മൾ കാണാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് വരും. അപ്പൊ ടെക്നോളജിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാനവകുലത്തിൻ്റെ ഒരു നല്ല മനുഷ്യനായി മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാണ്ട് ടെക്നോളജി ഒരിക്കലും നമ്മുടെ ശത്രുവല്ലല്ലോ. ഈ ടെക്നോളജിയെ ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അറിവും അവബോധവും നമ്മുടെ പഴയ കാല തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഉണ്ടാവുകയും അത് തമ്മിലുള്ള ഒരു പൊരുത്തം, ഒരു ഹാർമണി ഉണ്ടാവുകയും ചെയ്താൽ ജീവിതം കൂടുതൽ രസകരവും മനോഹരവും ഈസി ആയിരിക്കും എന്നാണ് എൻ്റെ തോന്നുന്നത്. അതായത് സാറിൻ്റെ അഭിപ്രായത്തിൽ ടെക്നോളജിയോട് ഒരു അഡിക്ഷൻ അല്ല, മറിച്ച് നമ്മളത് കൃത്യമായി നമ്മുടെ ജീവിതത്തിന് ഏത് മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം. തീർച്ചയായും പറഞ്ഞത് തന്നെയാണ് വളരെ ശരി. അതാണ് ഇതിനകത്ത് ആവശ്യമുള്ളൊരു ഉറപ്പായിട്ടും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഈ മക്കളിലേക്ക് വരുമ്പോൾ ഇപ്പം ഈ ഹാർമണി പേരന്റിങ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് മാതാപിതാക്കൾക്കാണല്ലോ ഈ ഹാർമണി പേരന്റിങ്. മാതാപിതാക്കൾ അനുഷ്ഠിക്കേണ്ട, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട, അവരുടെ പെരുമാറ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അല്ലെങ്കിൽ തിരുത്തലുകളുമൊക്കെയാണ് ഈ ഹാർമണി പേരന്റിങ്ങിൽ പറയുന്നത്. ഈ ഹാർമണി പേരന്റിങ്ങിന് മാതാപിതാക്കൾ മാത്രം മാറ്റങ്ങൾ വരുത്തിയാൽ അത് ഹാർമണി പേരന്റിങ് ആവുമോ? അല്ലെങ്കിൽ ഇപ്പം മക്കൾ അവർ കുറച്ച് ഉഴപ്പി നടക്കുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ നേരെയാക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇത് ശരിയാക്കാൻ സാധാരണഗതി നമ്മൾ അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉപദേശത്തിന് പകരം ഈ ഹാർമണി പേരന്റിങ് എന്ന മെത്തേഡിലേക്ക് മാതാപിതാക്കൾ മാറിയാൽ അത് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമോ? മക്കളുടെ ജീവിതം തീർച്ചയായിട്ടും. അതായത് ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ 2 മൂലക്കല്ലുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഭാര്യയും ഭർത്താവുമാണ്. ഓക്കെ, ഞങ്ങളുടെ സങ്കല്പം ഇതാണ്: ടാങ്കിലുള്ളതേ ടാപ്പിലൂടെ വരൂ. ഓക്കെ, മാതാവും പിതാവും ടാങ്ക് ആണെങ്കിൽ മക്കളുകളാണ് ടാപ്പ്. ഓക്കെ,
അപ്പം ടാപ്പിലൂടെ അഴുക്ക് വെള്ളം വരുന്നുണ്ട്, അതിന്റെ റൂട്ട് എവിടെയാണ്? ടാങ്കിലാണ്. അപ്പം മാതാപിതാക്കളുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും കാഴ്ചപ്പാടിലും അറിവിലും അവബോധത്തിലും ഉണ്ടാകുന്ന മാറ്റം തീർച്ചയായും കുട്ടികളിലൂടെ പ്രതിഫലിക്കും. തീർച്ചയായും കുട്ടികൾ മാറും. കാരണം ടാങ്കിലുള്ളത് മാറിയാൽ ടാപ്പിലൂടെ വരുന്നത് മാറും. ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചു അല്ലെങ്കിൽ ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചാൽ പെട്ടെന്ന് വഴക്ക് പറയുന്നു, അല്ല ചിലപ്പോൾ ഒരു അടി കൊടുക്കുന്നു. അത് ചിലപ്പോൾ ആ കുട്ടിക്ക് അത് വളരെ ഭയങ്കര വേദനാജനകമായിരിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മൾ നിയന്ത്രിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഏത് വിധത്തിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടി വരും? അത് സ്റ്റെബിൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ 2 ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ ശിക്ഷയും ശിക്ഷണവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയണം. അതോടൊപ്പം തന്നെ കൺട്രോൾ ഓർ കണക്ഷൻ എന്ന് പറയുന്ന ഒരു ആരെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? അപ്പോൾ കുട്ടിയെ നല്ല സ്വഭാവം പഠിപ്പിക്കുന്നതിനും നല്ല ജീവിതം നയിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ കുട്ടിയെ ശിക്ഷിക്കുന്നതും തിരുത്തുന്നതുമൊക്കെ. അപ്പോൾ അവനെ നിയന്ത്രിക്കുന്നതിനപ്പുറം സ്വയം നിയന്ത്രിക്കാൻ കഴിയണം. ആ കുട്ടിയുടെ പ്രായം എന്താണ്, അവൻ ചെയ്തത് ഏത് സാഹചര്യത്തിലാണ് അവൻ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അച്ഛനമ്മമാർ ആദ്യം സ്വയം നിയന്ത്രിക്കണം. സ്വയം നിയന്ത്രിച്ചതിന് ശേഷം ആ കുട്ടിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവണം. ഈ കണക്ഷനിൽ ബ്രിഡ്ജിങ്, ഈ കണക്ഷനിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ അവനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ അവൻ സ്വഭാവഗതിയിലേക്ക് വരൂ. അതിന് പകരം സ്വയം നിയന്ത്രിക്കാതെ കുട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നിടത്താണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് തെറ്റുപറ്റുന്നത്. കാരണം സ്വയം നിയന്ത്രിക്കാതെ ചെയ്യുമ്പോൾ അത് ശിക്ഷയായി മാറുന്നു. ശിക്ഷണം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ.